വയലിയുടെ മൂന്നാം നില യാത്രാ സംഘം ഇനി പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ വിപ്ലവകാരിയും ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഓഫീസറും ആസാദ് ഹിന്ദ് സർക്കാരിലെ വനിതാകാര്യ മന്ത്രിയുമായിരുന്ന ലക്ഷ്മി സഹ്ഗൽ എന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ തറവാട്ടിലേക്കാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൽ ചേർന്ന അവർ 1943 സിംഗപ്പൂരിലെത്തിയ നേതാജിയെ കണ്ടുമുട്ടി. INA ഓഫീസർ പ്രേംകുമാർ സഹ്ഗലിനെ അവർ വിവാഹം കഴിച്ചു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബർമയിൽ തടവിലാക്കപ്പെട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന പദവിയെ സൂചിപ്പിക്കുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി എന്നാണ് ലക്ഷ്മിയെ ഇന്ത്യയിൽ സാധാരണയായി വിളിക്കുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മി പറയുന്നു, സ്വാതന്ത്ര്യം 3 രൂപങ്ങളിലാണ് വരുന്നത് എന്ന്. ആദ്യത്തേത് രാഷ്ട്രീയ മോചനമാണ്, രണ്ടാമത്തേത് സാമ്പത്തിക മോചനം, മൂന്നാമത്തേത് സാമൂഹികമാണ്. ഇന്ത്യ ആദ്യത്തേത് മാത്രമേ നേടിയിട്ടുള്ളൂ. അമ്മുക്കുട്ടിയുടെയും മകളായി 1914 ഒക്ടോബർ 24 ക്യാപ്റ്റൻ ലക്ഷ്മി ജനിച്ചു. അവർ മൃണാളിനി സാരാഭായിയുടെ മൂത്ത സഹോദരിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി ക്വീൻ മേരീസ് കോളേജിൽ പഠിച്ചു. പിന്നീട് വൈദ്യശാസ്ത്രം പഠിക്കാൻ തീരുമാനിച്ചു. 1938 മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടി. ഒരു വർഷത്തിനു ശേഷം ഗൈനക്കോളജിയിലും പ്രസവ ചികിത്സയിലും ഡിപ്ലോമ നേടി. ചെന്നൈ ട്രിപ്ലിക്കേനിലുള്ള ഗവൺമെന്റ് കസ്തൂർബ ഗാന്ധി ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തു. 1940 പൈലറ്റ് PKN റാവുവുമായുള്ള വിവാഹം പരാജയപ്പെട്ടതിനെ തുടർന്ന് അവർ സിംഗപ്പൂരിലേക്ക് പോയി. സിംഗപ്പൂരിലെ താമസത്തിനിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ചില അംഗങ്ങളെ അവർ കണ്ടുമുട്ടി. ആയിരത്തി 1942 ബ്രിട്ടീഷുകാർ സിംഗപ്പൂർ ജപ്പാന് കീഴടങ്ങിയ സമയത്ത് ലക്ഷ്മി പരിക്കേറ്റ യുദ്ധത്തടവുകാരെ സഹായിച്ചു. അവരിൽ പലരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സൈന്യം രൂപീകരിക്കാൻ താൽപ്പര്യമുള്ളവരായിരുന്നു. ഈ സമയത്ത് സിംഗപ്പൂരിൽ KP കേശവ മേനോൻ, SC ഗുഹ, N രാഘവൻ എന്നിവരുൾപ്പെടെ നിരവധി ദേശീയവാദികളായ ഇന്ത്യക്കാർ ജോലി ചെയ്തിരുന്നു. അവർ ഒരു കൗൺസിൽ ഓഫ് ആക്ഷൻ രൂപീകരിച്ചു. എന്നിരുന്നാലും അവരുടെ ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ആസാദ് ഹിന്ദ് ഫൗജിന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് അധിനിവേശ ജാപ്പനീസ് സേനയിൽ നിന്ന് ഉറച്ച പ്രതിബദ്ധതയോ അംഗീകാരമോ ലഭിച്ചില്ല. ഈ പശ്ചാത്തലത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് 1943 ജൂലൈ 2 സിംഗപ്പൂരിൽ എത്തി പ്രസ്ഥാനം പുനഃസംഘടിപ്പിച്ചത്. ലക്ഷ്മി സഹ്ഗാൾ പിന്നീട് എഴുതി, രണ്ടാമത്തെ ബഹുജന യോഗത്തിൽ 1857 ബ്രിട്ടീഷുകാർക്കെതിരെ വീരോചിതമായി പോരാടിയ ഝാൻസി റാണിയുടെ പേരിലുള്ള ഒരു വനിതാ കാലാൾപ്പട റെജിമെന്റ് രൂപീകരിക്കുക എന്നതാണ് തന്റെ ഉദ്ദേശ്യമെന്ന് പറഞ്ഞുകൊണ്ട് നേതാജി ഒരു സ്ഫോടനം നടത്തി. ഞാൻ അദ്ദേഹത്തോട് ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. തീയതി 1943 ജൂലൈ 8 ആയിരുന്നു. സ്ത്രീകൾ മാത്രമുള്ള ബ്രിഗേഡിൽ ചേരാൻ സ്ത്രീകൾ ആവേശത്തോടെ പ്രതികരിച്ചു. ഡോക്ടർ ലക്ഷ്മി സ്വാമിനാഥൻ ക്യാപ്റ്റൻ ലക്ഷ്മിയായി മാറി. ജീവിതകാലം മുഴുവൻ അവർക്കൊപ്പമുണ്ടായിരുന്ന ഒരു പേരും ഐഡന്റിറ്റിയും അവർക്കൊപ്പമുണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള സിംഗപ്പൂരിലെ താൽക്കാലിക സ്വതന്ത്ര ഇന്ത്യയിലെ വനിതാ സംഘടനയുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. 1944 ഡിസംബറിൽ INA ജാപ്പനീസ് സൈന്യവുമായി ബർമയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ 1945 മാർച്ചോടെ യുദ്ധത്തിന്റെ വേലിയേറ്റം അവർക്കെതിരെ തിരിഞ്ഞതോടെ ഇംഫാലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് INA പിൻവാങ്ങാൻ തീരുമാനിച്ചു.
1945 മെയ് മാസത്തിൽ ബ്രിട്ടീഷുകാർ ക്യാപ്റ്റൻ ലക്ഷ്മിയെ അറസ്റ്റ് ചെയ്തു. 1946 മാർച്ച് വരെ ബർമയിൽ തുടർന്ന് ഇന്ത്യയിലേക്ക് അയച്ചു. ഡൽഹിയിലെ ഐഎൻഎ വിചാരണകൾ കൊളോണിയൽ ഭരണത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തി വർദ്ധിപ്പിക്കുകയും കൊളോണിയൽ ഭരണത്തിന്റെ അന്ത്യം വേഗത്തിലാക്കുകയും ചെയ്ത സമയത്ത് 1971 ലക്ഷ്മി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ചേർന്നു. ബംഗ്ലാദേശ് പ്രതിസന്ധി ഘട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയ അഭയാർത്ഥികൾക്കായി അവർ കൊൽക്കത്തയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും വൈദ്യസഹായവും സംഘടിപ്പിച്ചു. 1981 ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു അവർ. അതിന്റെ നിരവധി പ്രവർത്തനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകി. 1984 ഡിസംബറിൽ ഗ്യാസ് ദുരന്തത്തിന് ശേഷം അവർ ഭോപ്പാലിലേക്ക് ഒരു മെഡിക്കൽ സംഘത്തെ നയിച്ചു. 1984 സിഖ് വിരുദ്ധ കലാപത്തെ തുടർന്ന് കാൺപൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രവർത്തിച്ചു. 1996 ബാംഗ്ലൂരിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിനെതിരായ പ്രചാരണത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റിലായി. 2006 92 വയസ്സിലും കാൺപൂരിലെ തന്റെ ക്ലിനിക്കിൽ അവർ പതിവായി രോഗികളെ കാണുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്നീ 4 ഇടതുപക്ഷ പാർട്ടികൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സഹഗലിനെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തു. എപിജെയുടെ ഏക എതിരാളിയായിരുന്നു അവർ. അബ്ദുൽ കലാം വിജയിയായി ഉയർന്നുവന്നു. 1947 മാർച്ചിൽ ലാഹോറിൽ വെച്ച് ലക്ഷ്മി പ്രേംകുമാർ സഹ്ഗലിനെ വിവാഹം കഴിച്ചു. വിവാഹശേഷം അവർ കാൺപൂരിൽ സ്ഥിരതാമസമാക്കി. അവിടെ അവർ വൈദ്യശാസ്ത്രം തുടർന്നു. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ധാരാളം അഭയാർത്ഥികളെ സഹായിച്ചു. അവർക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു, സുഭാഷിണി അലി, അനിസപുരി. സുഭാഷിണി ഒരു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരിയും തൊഴിലാളി പ്രവർത്തകയുമാണ്. അലിയുടെ അഭിപ്രായത്തിൽ ലക്ഷ്മി ഒരു നിരീശ്വരവാദിയായിരുന്നു. ചലച്ചിത്ര നിർമ്മാതാവ് ഷാദ് അലി അവരുടെ ചെറുമകനാണ്. 2012 ജൂലൈ 19 സഹ്ഗലിന് ഹൃദയാഘാതം സംഭവിക്കുകയും 2012 ജൂലൈ 23 രാവിലെ 11:20 97 വയസ്സുള്ളപ്പോൾ കാൺപൂരിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അവരുടെ മൃതദേഹം വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായി ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിന് ദാനം ചെയ്തു. 1998 ഇന്ത്യൻ പ്രസിഡന്റ് കെ.ആർ. നാരായണൻ സഹ്ഗലിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 2010 കാലിക്കറ്റ് സർവകലാശാല അവർക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകി.
2004 പുറത്തിറങ്ങിയ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദി ഫോർഗോട്ടൻ ഹീറോ എന്ന സിനിമയിൽ രാജേശ്വരി സച്ദേവ് ക്യാപ്റ്റൻ സഹ്ഗലിന്റെ വേഷം ചെയ്തു. 2020 ആമസോൺ പ്രൈം വീഡിയോ പരമ്പരയായ ദി ഫോർഗോട്ടൻ ആർമി ആസാദി കെ ലിയയിൽ ശ്രുതി സേത്ത് സഹ്ഗലിന്റെ വേഷം ചെയ്തു. ഈ അസാധാരണ ഇന്ത്യക്കാരിയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും അവരുടെ രാഷ്ട്രീയ പരിണാമത്തിന്റെ ഒരു പുതിയ ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. സ്വാതന്ത്ര്യസമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു യുവ മെഡിക്കൽ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ത്രീകളാൽ നിറഞ്ഞ റാണി ഓഫ് ഝാൻസി റെജിമെന്റിന്റെ നേതാവെന്ന നിലയിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് തൊട്ടുപിന്നാലെ ഒരു ഡോക്ടറായി അഭയാർത്ഥികൾക്കും സമൂഹത്തിലെ ഏറ്റവും പരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുമിടയിൽ കാൺപൂരിൽ തന്റെ മെഡിക്കൽ പ്രാക്ടീസ് പുനരാരംഭിച്ചു. ഒടുവിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും അഖിലേന്ത്യാ ജനാധിപത്യ വനിതാ അസോസിയേഷന്റെയും അംഗമെന്ന നിലയിലുള്ള അവരുടെ ജീവിതം രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക നീതിക്കായുള്ള പ്രചാരണങ്ങളിൽ അവർ പങ്കെടുത്തു. ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്നും നമ്മുടെ മനസ്സുകളിൽ ഒരു നിഴൽ ചിത്രമായി, ഓർമ്മകളിൽ നിറരൂപമായി കത്തിജ്വലിച്ചു നിൽക്കുന്നു. വരും തലമുറയ്ക്ക് ക്യാപ്റ്റൻ ലക്ഷ്മി എന്നും വഴികാട്ടിയായി നിൽക്കും.